നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരുടെ ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും അവകാശവാദങ്ങളും സാംസ്കാരിക കേരളത്തെ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. സാംസ്കാരിക പ്രവർത്തകർക്ക് രാഷ്ട്രീയം പറയാമോ? സാംസ്കാരിക പ്രവർത്തകരാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഏറ്റവും ആദ്യം രാഷ്ട്രീയം പറയേണ്ടത്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കേരളം ഓരോ ഘട്ടങ്ങളായിട്ട് നവീകരിക്കപ്പെട്ടാണ് വന്നത്. അതിനകത്തേക്ക് നാടകമായാലും വിവിധങ്ങളായിട്ടുള്ള സാഹിത്യ മേഖലകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സാംസ്കാരിക സാഹിത്യ പ്രവർത്തകർ ജനങ്ങളുടെ ശബ്ദമായി മാറിയിട്ടുണ്ട്. അത്തരത്തിൽ സാഹിത്യ പ്രവർത്തകർ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കേരളം നവീകരിക്കപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയം പറയേണ്ട സാഹിത്യ പ്രവർത്തകർ ജനങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുള്ള രാഷ്ട്രീയമാണോ, അല്ലെങ്കിൽ ജനാധിപത്യത്തിനും ജനങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണോ ഇപ്പോൾ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ സാംസ്കാരിക പ്രവർത്തകർ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകർ അവകാശപ്പെടുന്നത് നമ്മുടെ ഒരു ജനാധിപത്യ കേരളമാണ്, അല്ലെങ്കിൽ ജനാധിപത്യ നാടാണ്, രാജ്യമാണ്. വർഷങ്ങളായിട്ട് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടന തന്നെ ഭരിക്കുമ്പോൾ അതിന് ജനാധിപത്യ സ്വഭാവത്തിൽ നിന്ന് ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് കടക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അല്ല, അത് ഇപ്പൊ വീണ പറഞ്ഞ പോലെ കാലങ്ങളായി സാംസ്കാരിക പ്രവർത്തകരുടെ പല വിധത്തിലുള്ള സംഭാവനകൾ നമ്മുടെ രാഷ്ട്രീയ മേഖലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ ഒരു ഭാഗ്യമാണ്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരുപാട് സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു മനോഹരമായ സാഹിത്യ സാംസ്കാരിക ചരിത്രവുമുണ്ട്. ഇപ്പോൾ ശീതൾ ചോദിച്ച പോലെ കാലങ്ങളായി ഒരു കക്ഷി തന്നെ ഭരിക്കുന്നത് നല്ലതാണോ എന്ന നിലയിലും അല്ല. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, ചിലപ്പോൾ അതായിരിക്കാം അവരുടെ അഭിപ്രായം. ഒരാൾ തന്നെ ആവർത്തിച്ച് ഭരിക്കുന്നത് ശരിയല്ല എന്നതാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടി തന്നെ ഭരിക്കുന്നത് ശരിയല്ല. ഇത് അങ്ങനെയല്ലല്ലോ, ഇത് ഇടതുപക്ഷം ഭരിക്കണ്ട എന്നാണ് പറഞ്ഞത്. ഇടതുപക്ഷം മാറി നിൽക്കട്ടെ, കാരണം അവര് തുടർ ഭരണം 2 തവണയായി. ഇനിയും വന്നാൽ ആ പ്രസ്ഥാനം നശിച്ചു പോവും. വല്ലാത്ത വേദനയാണ്. അവര് ഇടതുപക്ഷ സഹയാത്രികരെന്ന് സ്വയം അവകാശപ്പെടുന്നുണ്ട്. അവരുടെ ഇപ്പൊ അങ്ങനെ പറഞ്ഞ ആളുകളൊക്കെ ഫാഷിസത്തിനെതിരെ കവിത എഴുതിയിട്ടുമൊക്കെ ഉള്ളവരാണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു അവരുടെ ചിന്താധാരയൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ പിന്നെ എന്തുകൊണ്ടോ ഈ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾ അവരെയും സ്വാധീനിക്കുന്നുണ്ടാകാം. മാധ്യമങ്ങളിൽ വരുന്ന പലതും അവരെയും സ്വാധീനിക്കുന്നുണ്ടാകാം. പലപ്പോഴും നമ്മളെയും സ്വാധീനിക്കുമല്ലോ. ചില കാര്യങ്ങൾ നമ്മൾ തീയില്ലാതെ പുക ഉണ്ടാവില്ലല്ലോ. പിന്നെ നമുക്ക് തന്നെ ചിലപ്പോൾ ചിന്തിക്കും, അയ്യോ ബംഗാൾ പോലെ ആവോ എനിക്ക്. അതെ ആ ഭയം നമ്മളിലേക്ക് കൊണ്ടുവരാൻ മാധ്യമങ്ങൾക്ക് നന്നായി കഴിയും. അവരതാണ് നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭയം ജനങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് സാഹിത്യ പ്രവർത്തകർ. ഇപ്പം എനിക്ക് അത്ഭുതമായി തോന്നിയൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട സാഹിത്യകാരി പറഞ്ഞത് ഇതുപോലെ ഇടതുപക്ഷം വീണ്ടും ഭരിച്ചാൽ അത് തീർച്ചയായും അവര് ആം ആദ്മി പാർട്ടിയിലെ അംഗവും കൂടിയാണ്, സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അതെ. അപ്പൊ തുടർന്ന് ഭരിച്ചാൽ ഇങ്ങനെ ഒരു ദുഷ്പ്രവണത വരും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇവർക്കാർക്കും മറ്റ് സ്ഥലങ്ങളിൽ കോൺഗ്രസോ BJP-യോ തുടർഭരണം നടത്തുന്നതിൽ ഈ ആശങ്കയില്ലല്ലോ. ഉദാഹരണത്തിന് വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജിയാണ് തുടർന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിലെ അവസ്ഥയായി പോകുമെന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പൊ മമതാ ബാനർജി അവിടെ നിന്ന് മാറിക്കൊടുക്കണം എന്ന് ഇവരാരും ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസ് നിരന്തരം ഭരിക്കുന്ന, BJP നിരന്തരം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് അവർ മാറിക്കൊടുക്കണം എന്നിവർ പറയുന്നില്ലല്ലോ. ഈ മാറിക്കൊടുക്കണമെന്ന് പറയുന്ന വാദം എന്താ? അങ്ങനെയാണെങ്കിൽ എന്താണ് ജനാധിപത്യത്തിന്റെ? അത് വീണ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ജനാധിപത്യ പ്രവണതക്കെതിരായി സംസാരിക്കുക എന്നുള്ളത് ശരിയായ നിലപാടല്ല. അങ്ങനെയാണെങ്കിൽ മാറിക്കൊടുക്കണമെങ്കിൽ ജനാധിപത്യം ഇവിടെ ആവശ്യമില്ല. എല്ലാവരും ഒരു കരാർ എഴുതിയാൽ മതി, 5 വർഷം ഞാൻ ഭരിക്കാം, അടുത്ത 5 വർഷം നീ ഭരിച്ചോ എന്ന് പറഞ്ഞ് കോൺഗ്രസും CPM-ഉം കരാർ എഴുതിയാൽ മതിയല്ലോ. അപ്പൊ അതാണ് ഇതിലെ ഒരു പ്രശ്നം ഇത്തരം അഭിപ്രായങ്ങളിൽ എന്ന് തോന്നുന്നു. കേരളത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോഴേ കേരളത്തിലെ സാംസ്കാരിക വേദികൾ കൂടുതൽ ഒരുക്കി കൊടുത്തിട്ടുള്ളത് ഇടതുപക്ഷമാണ്. സാംസ്കാരിക ചർച്ചകൾ, സാഹിത്യ ചർച്ചകളൊക്കെ സജീവമായി നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷമാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കോൺഗ്രസ് നേതാക്കന്മാർ ഇത്തരം ചർച്ചകളിലെല്ലാം സജീവമാണ്. അപ്പോൾ VD സതീശൻ തന്നെ ഇത്തരം ചർച്ചകളിലെല്ലാം സജീവമാണ്. മാത്രമല്ല അദ്ദേഹം ഒരു വർഷത്തിൽ 60-ലധികം പുസ്തകങ്ങൾ വായിച്ചു എന്ന് പറയുന്നു. പല പ്രശ്നങ്ങളിലും അദ്ദേഹം രാഷ്ട്രീയമായ ഇടപെടലുകളിൽ അദ്ദേഹം അഭിപ്രായം പറയുമ്പോൾ പഠിച്ചതിന് ശേഷം മാത്രമേ പറയുള്ളൂ എന്ന് വരെയും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് നിലവിലിപ്പോഴും ഇടതുപക്ഷം എന്ന് പറയുന്നത് സാംസ്കാരിക പ്രവർത്തകരുടെയും സാംസ്കാരിക രംഗത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്
ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര അഭിനന്ദനാർഹമാണ്. കാര്യം വി.ഡി. സതീശനെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് പുസ്തകങ്ങളൊക്കെ വായിക്കുന്നത് വളരെ മനോഹരമാണ്. ആ പുസ്തകത്തിൽ നിന്ന് ഒരുപാട് വിവരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വി.ഡി. സതീശൻ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് പൊതുസമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നതെന്നുള്ളത് ഒരു ചോദ്യമാണ്. കാര്യം ഇത്രയും പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണല്ലോ, സ്വാഭാവികമായിട്ടും മീഡിയയ്ക്ക് മുന്നിൽ പഠിച്ച് സംസാരിക്കുന്ന ഒരാൾ ഇത്രയും പുസ്തകങ്ങൾ വായിക്കുന്നതിൻ്റെയൊക്കെ ഒരു അറിവിൽ നിന്നുകൊണ്ട് സംസാരിക്കണം എന്നുള്ളതാണ്. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മീഡിയയെ കാണുമ്പോഴും അല്ലാതെയും ഒക്കെ നുണകൾ മാത്രം പറഞ്ഞ് നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലയിലേക്കാണ് വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ UDF ഭരണകാലഘട്ടത്ത് വിദ്യാർത്ഥികളിൽ ഒരു തവണ മാത്രം വിദ്യാർത്ഥികൾക്ക് പുസ്തകം മുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ UDF ഭരിക്കുമ്പോൾ ഒരു പ്രാവശ്യം മാത്രമല്ല വിദ്യാർത്ഥികൾക്ക് പുസ്തകം മുടങ്ങിയിട്ടുള്ളത്. ഞാൻ ആ സമയത്ത് 10ാം ക്ലാസ് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ എത്ര പ്രാവശ്യം പുസ്തകം കിട്ടിയിട്ടില്ലെന്നും അപ്പുറത്തെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വായിച്ച് പഠിച്ചിട്ടുണ്ടെന്നും ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ കള്ളത്തനങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് ഒരാൾ ഇങ്ങനെ പുസ്തകം വായിക്കണമെന്നില്ല. സാംസ്കാരിക മേഖലകളിലൊക്കെ ഇടപെടുന്നത് വളരെ നല്ലതാണ്. പക്ഷേ അതെപ്പോഴാണ്? ഇനിയിപ്പോൾ 2-3 മാസം കഴിയുമ്പോൾ ഒരു ഇലക്ഷൻ വരും. ആ ഇലക്ഷൻ ഒന്ന് നേരിടുന്നതിന് വേണ്ടിയിട്ട് സാംസ്കാരിക കേന്ദ്രങ്ങളും അവിടെ വരുന്ന കുട്ടികളെയൊക്കെ ഒന്ന് ചാക്കിലാക്കണം. അതിനുവേണ്ടി മാത്രമുള്ള ഒരു പ്രഹസനമായിട്ടേ എനിക്കതിനെ കാണുന്നതെന്നോ. ഒരു സാംസ്കാരിക നായകന്മാരിൽ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകരിലെ ഒരു വിഭാഗത്തെ സതീശന്റെ ഈ ഇടപെടലുകൾ സ്വാധീനിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടോ? വി.ഡി. സതീശൻ പറയുന്നത് സ്വാധീനിച്ചോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അവരുടെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും തരത്തിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് നമ്മൾ സംശയിക്കേണ്ടത്. ഇപ്പോൾ ഇടതുപക്ഷമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഈ സമൂഹത്തിലെ ചില വ്യതിയാനങ്ങൾ അവരെയും സ്വാധീനിക്കുന്നുണ്ടാവും. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കണം, അല്ലെങ്കിൽ ഇടതുപക്ഷം കൂടുതൽ വളരണം. അത് ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ലല്ലോ. ഇടതുപക്ഷം ഒരു മൂവ്മെന്റ് ആണ്. അപ്പൊ ആ മൂവ്മെന്റ് ശക്തിപ്പെടണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ആ മൂവ്മെന്റ് ശക്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും. അല്ലെങ്കിൽ അത് നശിക്കാതിരിക്കാൻ നമുക്ക് ജാഗ്രത ഉണ്ടാവണം എന്ന് പറയും. അല്ലാതെ നിങ്ങൾ പൂർണ്ണമായും മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ക്ഷയിച്ചു പോവുകയല്ലേ ചെയ്യുന്നത്. ഒരു ഭരണ സംവിധാനം പ്രയോജനപ്പെടുത്തുകയാണ് ഇടതുപക്ഷം സ്വാഭാവികമായി ചെയ്യാറുള്ളത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതൊരു ആയുധം ആണ്. ഭരണത്തിലിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ആഗ്രഹമുള്ള കാര്യമൊന്നുമല്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതൊരു ടൂളാണ്. ഈ ഒരു മുതലാളിത്ത വ്യവസ്ഥയിൽ എങ്ങനെയാണ് സമൂഹത്തെ മാറ്റി തീർക്കുക എന്ന് ചോദിച്ചാൽ അതിനുവേണ്ടി ഉള്ള ഒരു മാർഗമായി ഭരണ സംവിധാനത്തെ കാണുന്നു. ആ ഭരണ സംവിധാനത്തിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇടതുപക്ഷം ചെയ്യുന്നത് അത് നോക്കിയാണ് അതാണ് ജനങ്ങളെ സ്വാധീനിക്കുന്നത്. അല്ലാതെ ഈ ശ്രീ വി.ഡി. സതീശൻ 60 പുസ്തകം വായിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ചർച്ചയിൽ പോയിരുന്ന് വേദിയിൽ പോയിരുന്ന് സംസാരിക്കുന്നതാണ് ജനങ്ങളെ സ്വാധീനിക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാതലായ കാരണം സർക്കാരിനെതിരെ പറയാനുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വാദങ്ങളോട് യോജിക്കാം. ഇപ്പോൾ പാഠപുസ്തകങ്ങൾ ഓണം കഴിഞ്ഞാണ് കിട്ടുന്നത് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ഭക്ഷണത്തിൽ എലിയും പുഴുവാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും വീട് ലഭിക്കുന്നില്ല, വീട് ലഭിക്കുന്നതിന്റെ എണ്ണം വളരെ കുറവാണ്, സർക്കാർ സ്കൂളുകൾ മോശാവസ്ഥയിലാണ്, വലിയ അഴിമതിയാണ്, ആരോഗ്യരംഗത്ത് ഏറ്റവും പിന്നിലാണ് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരളം, ലോഡ് ഷെഡിങ്, പവർ കട്ട് ഒരു നിരന്തര സംഭവമാണ്. എല്ലാ ദിവസവും 1/2 മണിക്കൂർ ലോഡ് ഷെഡിങ് ആണ് കേരളത്തിൽ. പാലം പണിയുമ്പോൾ കമ്പി ഇല്ലാതെയാണ് പണിയുന്നത്. ഇങ്ങനത്തെ ഒരു വാദം ഉന്നയിക്കാനില്ലല്ലോ സർക്കാരിനെതിരെ. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരി, അല്ലാത്ത പക്ഷം ആകെ പറയാൻ പറ്റുന്ന എന്താ, നിങ്ങൾ നശിച്ചു പോകും, നിങ്ങൾ മാറി നിൽക്കണം എന്നുള്ളതാണ്. ആ ഒരു വാദമാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നതെന്നേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത് അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ വലിയ ഗൗരവമായ സമയവും കൊടുക്കേണ്ടതെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. കാരണം ഇപ്പൊ സാഹിത്യ പ്രവർത്തകർക്ക് അഭിപ്രായമാവാം എല്ലാ മേഖലയിലും, രാഷ്ട്രീയത്തിൽ മാത്രമല്ല. പക്ഷെ ആ അഭിപ്രായം മാത്രമൊന്നുമല്ല ആളുകൾ പരിശോധിക്കുന്നത്, അവരുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളെയാണ്. പട്ടിണി കിടക്കുന്ന എത്ര ആളുകളുണ്ട് കേരളത്തിൽ നിന്ന്? പട്ടിണി കിടക്കുന്ന ഒരാൾ പോലും ഇല്ല കേരളത്തിൽ, അത് ഉറപ്പിച്ചു പറയാൻ കഴിയും. അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടിയ കേരളം എന്ന് പറയുമ്പോഴും പൂർണ്ണമായി പട്ടിണിയിലാഴുന്ന ഒരു മനുഷ്യനും കേരളത്തിലില്ല. പട്ടിണി എന്ന് പറയുമ്പോൾ നമുക്കതൊരു അത്ഭുതമായ വാക്കുമല്ല. നമ്മളെ സംബന്ധിച്ച് പട്ടിണി ഒരു വാക്ക് മാത്രമാണ്, ഒരു അനുഭവമല്ല ആർക്കും. അതെ.
അപ്പം അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്ത ഏക നാടായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന ആളുകളുള്ള രാജ്യത്ത് പട്ടിണി കിടക്കുന്ന ഒരാൾ പോലും ഇല്ലാത്തൊരു സംസ്ഥാനമായി കേരളം നിൽക്കുന്നു. അങ്ങനെ ഒരു സംസ്ഥാനത്ത് നിന്ന് നമുക്ക് ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ പറയാം, പക്ഷെ ആളുകൾ അവരുടെ അനുഭവങ്ങളിൽ നിന്നേ തെരഞ്ഞെടുപ്പിനെ സമീപിക്കൂ എന്ന് വേണം കാണാൻ. വീണ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ ഈ വേദികളൊക്കെ ഇവർക്കൊക്കെ ഉപയോഗിക്കാം, പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും സ്വാധീനം ആളുകൾക്ക് മേലുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ സാംസ്കാരിക പ്രവർത്തകർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല പ്രതികരിക്കേണ്ടത് എന്നുള്ളൊരു തോന്നലില്ലേ? കാരണം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വേറെയും വിഷയങ്ങളുണ്ട്, അവിടെയൊക്കെ ഇവര് കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതായി തോന്നുന്നുണ്ടോ? ഈ സാംസ്കാരിക പ്രവർത്തകർ പ്രതികരിക്കേണ്ട പല സ്ഥലങ്ങളിലും അവർ മൗനമായിട്ടിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നിലവിലത്തെ സമൂഹത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവ നേതാവ്, അയാളുടെ രാഷ്ട്രീയം പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കുകയാണ്. അപ്പുറത്ത് അതിജീവിതം നിൽക്കുന്നുണ്ട്. ആ അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് ഒരു വരി എഴുതാൻ വേണ്ടി പോലും ഇവിടുത്തെ സാഹിത്യ പ്രവർത്തകർ വന്നിട്ടില്ല. എത്രയോ സ്ത്രീകൾ പല മേഖലകളിലും ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വളരെ വൈറലും ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഒരു രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന പല സംഭവ വികാസങ്ങളിലും മൗനമായിട്ടിരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പല സാഹിത്യ പ്രവർത്തകരും. എല്ലാ സാഹിത്യ പ്രവർത്തകരും അല്ല കേട്ടോ, ചുരുക്കം ചില സാഹിത്യ പ്രവർത്തകർ. നിലവിൽ നമ്മുടെ സാഹിത്യ മേഖല മാത്രം എടുത്ത് ഈ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലാവസ്ഥയിൽ സാഹിത്യ സാംസ്കാരിക മേഖല മാത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ സാംസ്കാരിക പ്രവർത്തകർ പറയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരു 2011 മുതൽ 2016 വരെയുള്ള കാലയളവിൽ UDF ഭരിക്കുമ്പോൾ സാഹിത്യ മേഖലയ്ക്ക് ഒരു സംഭാവനയും കിട്ടിയിട്ടില്ല. എന്നാൽ ഇന്ന് നോക്കൂ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരിക പ്രവർത്തകർക്ക് അവരുടേതായിട്ടുള്ള ഇടങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ട് സർക്കാർ. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലൊക്കെ സർക്കാർ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ചെയ്തു കൊടുക്കുകയാണ്. സാംസ്കാരിക പ്രവർത്തകർ ഒന്നിനും ബുദ്ധിമുട്ടരുത് എന്നുള്ള നാടക കലാകാരന്മാരെ ചേർത്ത് പിടിക്കുന്ന സമീപനം, നാടക കലാകാരന്മാരെന്നല്ല സാംസ്കാരിക പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് വരുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സമീപനം പൊതുവെ അങ്ങനെ നമ്മുടെ കേരള സർക്കാരിന് ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഈ കേരള സർക്കാർ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അതിനകത്തെ 1-2 പേർ അവരുടെ ഒരു അവസരവാദമായിട്ട് എടുത്തുകൊണ്ട് സർക്കാരിനെതിരെ തിരിയുന്നത്. എന്നാൽ പൊതുവെ അവർ ഞങ്ങൾ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ അവരെന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് എന്താ അവരുടെ അജണ്ട എന്നുള്ളത് അവർ പറയാൻ തയ്യാറാവുന്നില്ല. കേരളത്തിൽ ഇനി ഇടതുപക്ഷം തുടർന്നു കഴിഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ. സാഹിത്യകാരന്മാരായാലും കമ്മ്യൂണിസ്റ്റ് സാഹിത്യകാരന്മാരേ ഉണ്ടാവുള്ളൂ. സിനിമ പ്രവർത്തകരാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള സിനിമ പ്രവർത്തകരുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ തലത്തിലും ഞാൻ കമ്മ്യൂണിസ്റ്റ് മെമ്പർ സംഘടനയിൽ മെമ്പർ ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർ ആണെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടെ നിലനിൽപ്പ് ഉണ്ടാകുകയുള്ളൂ എന്നുള്ളൊരു വാദമാണ് അവർ ഉന്നയിക്കുന്നത്. അല്ല, അത് ഈ നേരത്തെ പറഞ്ഞാലേ വളരെ വിചിത്രമായ വാദങ്ങളാണ്. ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായം പറയാൻ കഴിയുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഈ ഗവൺമെന്റ് ഇരിക്കുന്ന സാഹചര്യത്തിലാണല്ലോ. തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ മാധ്യമ പ്രവർത്തകർ ജയിലിലാക്കപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് ഇതേ കാലഘട്ടമാണ്. പക്ഷെ അത് കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് കാണണം. ഇന്ത്യയിൽ എത്ര മാധ്യമ പ്രവർത്തകരാണ്, എത്ര സാംസ്കാരിക പ്രവർത്തകരാണ്, എത്ര കലാകാരന്മാരാണ് ജയിലിൽ അടക്കപ്പെട്ടിട്ടുള്ളത്. അത് ഏത് ഘട്ടത്തിൽ? സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ വിമർശിക്കുമ്പോൾ ഒക്കെ അതിന്റെ തീർച്ചയായിട്ടും അതിന്റെയൊക്കെ എല്ലാ പ്രിവിലേജും അനുഭവിക്കുന്ന ആളുകളല്ലേ കേരളത്തിലുള്ളവര്. മാധ്യമ പ്രവർത്തകർ പ്രത്യേകിച്ചും എന്തുമാത്രം വിമർശനം, നുണകൾ ഒക്കെ പറഞ്ഞിട്ടും അതിലെന്തെങ്കിലും ഒരു ആക്ഷൻ അങ്ങനെ എടുക്കാൻ പാടില്ലാത്തത് കൊണ്ട് എടുക്കുന്നില്ല. അത് ശരിയല്ല, കാരണം ഇവിടെ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നതുകൊണ്ട്. അപ്പൊ പക്ഷെ അഭിപ്രായം പറയുമ്പോൾ ഈ വസ്തുതകളെല്ലാം പരിശോധിച്ചു വേണം അഭിപ്രായം പറയാൻ. ഇവർക്ക് എല്ലാവർക്കും ചില താല്പര്യം, എന്തെങ്കിലും പ്രത്യേക അജണ്ടയുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്തൊക്കെയോ നൊസ്റ്റാൾജിയയിൽ ഇവർ ജീവിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു എങ്ങോട്ട് പോകുന്നു ഇത്ര തിടുക്കത്തിൽ, ഇത്ര വേഗത്തിൽ എന്നൊക്കെ പറഞ്ഞൊരു കവിതയുണ്ട്. അപ്പൊ അവർക്ക് പതുക്കെ പോയാൽ മതിയായിരിക്കും. പക്ഷെ ഈ നാട്ടിലെ സാധാരണക്കാർക്ക്, നമ്മുടെ ഒരു ജനറേഷൻ, ഇപ്പൊ ജെൻ സി, ജെൻ ആൽഫൈൻ, ജെൻ ബിടെക്ക് വരുമ്പോ അവരോട് പോയി ഇത്ര തിടുക്കത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ ചോദിച്ചാൽ അവർ മൈൻഡ് ചെയ്യാതെ പോകും. അവരെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും വേഗത്തിൽ പോകണം.
നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാനുണ്ട്. സമൂഹം ഫാസ്റ്റായി സഞ്ചരിക്കുകയാണ്, ആ സ്പീഡ് നമുക്കും വേണമല്ലോ. അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞ പോലെ അവരെല്ലാവരും ആ ഒരു നൊസ്റ്റാൾജിയയിലാണ് ഇങ്ങനെ ജീവിക്കുന്നത്. നമ്മൾ അങ്ങനെ ഒരു സമൂഹത്തിലല്ല ഉള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അടക്കം പ്രാധാന്യം കൊടുക്കുന്ന ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു കേരളമാണ് നമ്മുടെ കേരളം. അപ്പോൾ ആ തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് വളരെ പിന്തിരിപ്പനായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. അല്ലാത്ത പക്ഷം അവരുടെ ആരുടെയും സംഭാവനകളെ നമ്മൾ മാനിക്കാതിരിക്കുന്നില്ല. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇവരെല്ലാവരും നൽകിയിട്ടുള്ള സാഹിത്യ സംഭാവനകൾ എത്ര ചേർത്ത് പിടിച്ചിട്ടുണ്ട് കേരളം. അവരെ തന്നെ ചേർത്ത് പിടിക്കാൻ ഇപ്പോഴും അവരെ ആരെയും തള്ളിപ്പറയുകയല്ല, പക്ഷെ അവർ ഇത്രയും അഭിപ്രായം പറയുമ്പോൾ അത് ആർക്ക് ഗുണം ചെയ്യുന്നു എന്ന് അവർ കാണും. ഇവിടെ കൽപ്പറ്റയുടെ ഒരു രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം കോൺഗ്രസ് ആണെന്നുള്ളത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളെ മാനിച്ച് ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് 2 അവാർഡാണ് പിണറായി ഭരിക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുള്ളത്. കൽപ്പറ്റയ്ക്ക് മാത്രമൊന്നല്ല, ഇപ്പൊ നിലവിൽ സാഹിത്യ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അതിനകത്ത് പക്കാ ഇടതുപക്ഷക്കാരനായിട്ടുള്ള ആൾക്കാർ എത്ര പേരുണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം. അങ്ങനെയല്ല, അതിന് പകരം അവരുടെ മെറിറ്റിന് തന്നെയാണ് ഈ സർക്കാർ സാഹിത്യ പുരസ്കാരമായാലും മറ്റൊക്കെ ആയാലും നൽകുന്നത്. അപ്പോൾ അവാർഡുകൾ ഒരിക്കലും രാഷ്ട്രീയം നോക്കിയല്ല നൽകുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, RLV രാമകൃഷ്ണനെ കലാമണ്ഡലത്തിലെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഒരു നൃത്ത അധ്യാപകനാണ്. കലാമണ്ഡലം ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അത്തരത്തിലൊക്കെ തന്നെ ചരിത്രത്തിലെ തന്നെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്താണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനം. പിന്നെ ഇപ്പം നേരത്തെ ഒരു സൂചിപ്പിച്ചല്ലോ, മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹിത്യ കലാകാരന്മാരുടെ അവസ്ഥ. ഈ കേരളത്തിനകത്ത് നിന്നുകൊണ്ട് കേരള സർക്കാരിനെ വിമർശിച്ച് ഒരു വരി എഴുതാൻ ഇവിടുത്തെ സാഹിത്യ പ്രവർത്തകർ മുന്നോട്ട് വരുന്നു. പിറ്റേ ദിവസം കേരള സർക്കാർ അവരെ ജയിലിലേക്ക് അടയ്ക്കുന്നില്ല, അവരെ മുറിക്കകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല. അതേ മറിച്ച് കേന്ദ്രത്തിനെതിരായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കലാകാരന്മാരോ സാഹിത്യകാരന്മാരോ ഒരു വരി എഴുതി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ശരീരത്തിന് മുകളിൽ തലയുണ്ടാകില്ല എന്നുള്ളതാണ്. അതാണ് ഈ കേരളവും മറ്റ് സംസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം. നമ്മളൊരു എന്താ പറയാ, ദേശീയ തലത്തിൽ നമ്മളൊരു വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരള സ്റ്റോറി ഒക്കെ ഇറങ്ങുന്ന കാലഘട്ടമാണല്ലോ. കേരള സ്റ്റോറി ഇറങ്ങിയ സമയത്ത് പോലും നമ്മൾ ഇത്രയും പ്രതികരണങ്ങൾ സാംസ്കാരിക സാഹിത്യ മേഖലയിൽ കണ്ടില്ല. ആദ്യം പ്രതികരിക്കേണ്ടത് അവരായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് അവർ നിശബ്ദരായി പോയി എന്നുള്ളത് ഒരു പക്ഷെ നമ്മളെ പോലുള്ള ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഇപ്പൊ മമ്മൂട്ടി മോഹൻലാലും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് കേരളത്തിലുള്ള ആളുകളിൽ 2 പേര്. അവര് ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞാൽ തന്നെ കേരളത്തിലെ ആളുകൾ അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് കാണുകയേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. കാരണം കേരളത്തിലെ ആളുകൾ നേരത്തെ വീണ പറഞ്ഞ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. പല ഘട്ടങ്ങളിലായി നവോത്ഥാന കാലഘട്ടത്തിൽ ഒക്കെ ഉൾപ്പെടെ നവീകരിച്ച് വന്നിട്ടുള്ള ആളുകളാണ്. അവർക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. ആരുടെയെങ്കിലും ഒരു ഫേമസ് ആയ ഒരാളുടെ അഭിപ്രായത്തും അതാണോ അദ്ദേഹത്തിന്റെ അഭിപ്രായം എങ്കിൽ ഞാനും അങ്ങനെ വോട്ട് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന അല്ല, അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ്. നമുക്ക് ഏറ്റവും കുളിർമ തന്ന ലോക ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു അനുഭവം ഇന്ന് സ്ത്രീകൾക്ക് കേരളത്തിലുണ്ട്. അതാണ് നമുക്ക് പെൻഷൻ സ്ത്രീകൾക്ക് കൊടുക്കാൻ കഴിയുന്നു. വീട്ടമ്മമാർക്ക് എക്കണോമിക് ആക്ടിവിറ്റിയായി കാണാത്ത ഒരു സംഗതിയെ ഈ സർക്കാർ അംഗീകരിക്കുന്നു എന്നതാണ്. അതന്നെയാണ് ഈ സാഹിത്യകാരന്മാർ പറയുന്നത്. അതായത് നവലിബറലിസം ആണ് നമ്മൾ മുന്നോട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് ആണ് നവലിബറലിസത്തിന്റെ ഒരു മുഖം. അത് ഇടതുപക്ഷക്കാര് നവലിബറലിസ്റ്റുകളായതുകൊണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതെന്തെന്ന് വെച്ചാൽ ഒരു ഭരണ സംവിധാനത്തിൽ സാധ്യമായ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക, മുതലാളിത്ത സമൂഹത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണ് അത് ചെയ്യുക എന്നതല്ലേ പറ്റൂ. അതിനപ്പുറം വിപ്ലവം നാളെ ഉണ്ടാകും എന്നുള്ള ധാരണയിൽ പ്രവർത്തിച്ചിട്ട് കാര്യമില്ലല്ലോ. വളരെ പ്രായോഗികമായ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിച്ച് ആ പ്രവർത്തനങ്ങൾ, അതായത് അവര് വീട്ടിൽ ചെയ്യുന്ന ജോലിക്ക് യാതൊരു വരുമാനവും ഇല്ല, റെക്കഗ്നിഷനും ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള വീട്ടമ്മമാർക്ക്
ഇപ്പൊ BPLകാർക്കാണ് 1000 രൂപ പെൻഷൻ കൊടുക്കുന്നു. നാളെ ഈ സർക്കാർ തുടർന്നാൽ അത് APLനും കിട്ടും. അങ്ങനെയാണല്ലോ നമ്മുടെ കാർഷിക പെൻഷനിൽ നിന്ന് തുടങ്ങി ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ എല്ലാവർക്കും പെൻഷൻ അല്ലേ, 60 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും പെൻഷൻ. അതുപോലെ അത് വ്യാപിപ്പിക്കാൻ ഈ സർക്കാർ തുടരേണ്ടതായുണ്ട്. 1000 രൂപ ഒരു വലിയ തുകയാണോ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച്? നമുക്കത് നന്നായി മനസ്സിലാവും. സ്ത്രീകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മറ്റു വരുമാന മാർഗമില്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ച് ഒരു മാസം അല്ലെങ്കിൽ 3 മാസം ഫോൺ റീചാർജ് ചെയ്യാനുള്ള പൈസയെങ്കിലും അപ്പൊ വീട്ടിലെ ഒരു സ്ത്രീക്ക് 1000 രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിനെ ആകമാനം ബാധിക്കുന്നതും സഹായിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ്. സ്ത്രീകളെ അങ്ങനെ കാണുന്ന ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട്. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ പലരും കണ്ടു കാണും, എനിക്ക് 1000 രൂപ കിട്ടി കേട്ടോ എന്നൊരു അമ്മ ഇട്ട മെസ്സേജ്. ആദ്യമായിട്ടാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അവരെ ഒരു മെസ്സേജ് ഇടുന്നത് തന്നെ. അത് ഇത് കിട്ടിയപ്പോഴാണ്. എന്തൊരു അഭിമാന ബോധമായിരിക്കും, എന്തൊരു സന്തോഷമായിരിക്കും. അപ്പൊ ആ അനുഭവങ്ങളല്ലേ ആളുകളെ വോട്ട് ചെയ്യിക്കുക. 30-ന് മേലെയുള്ള സ്ത്രീകൾ വളരെ ചെറുപ്പം. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ സ്ത്രീകളും കൂടി രാഷ്ട്രീയം സംസാരിച്ചു തുടങ്ങുകയാണ്. അതായത് സ്ത്രീകളിലേക്ക്, അതായത് ഒരു സമയത്ത് കുടുംബങ്ങളിലേക്ക് രാഷ്ട്രീയം എത്താത്തൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഈ 10 വർഷത്തില് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ മാത്രമല്ല നമ്മുടെ ചിന്തകളിൽ വരെ ഈ ഇടതുപക്ഷം സ്വാധീനിച്ച ഒരു ഘടകം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയല്ലേ? തീർച്ചയായിട്ടും. ആ ഒരു സ്വാധീനത്തിൽ ഭയന്നുകൊണ്ടാണോ പല അഭിപ്രായങ്ങൾ വരുന്നതെന്ന് നമുക്കറിയില്ല. സാധാരണക്കാർക്ക് എന്താണ് വേണ്ടതെന്ന് ഈ സർക്കാരിന് അറിയാന്നുള്ളത്. അതായത് ഇപ്പൊ സ്ത്രീകളുടെ കാര്യം പറഞ്ഞല്ലോ, സ്ത്രീകളുടെ മാത്രമല്ല, ചെറിയ മക്കളുടെ മുതൽ വലിയ അച്ചാച്ചന്മാരുടെയും അമ്മാമ്മമാരുടെയും ഇതിൻ്റെ ഇടയിൽ ഉള്ള യുവാക്കളുടെയും യുവതികളുടെയും അവർക്ക് എന്താണ് ആവശ്യം, മറ്റേ ജെൻഡർ ഒന്നും നോക്കാതെ ഇവർക്ക് എന്താണ് ആവശ്യമെന്ന് തിരിച്ചറിയുകയും അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സർക്കാരിന് സാധിക്കും. യുവജന സ്കോളർഷിപ്പ് ഇപ്പൊ അവശ കലാകാരന്മാർക്ക്, അത് മാത്രല്ല കൊറോണ സമയത്ത് കലാകാരന്മാരെ ആകെ സ്തംഭിച്ചു പോയൊരു സമയം ഉണ്ടായിരുന്നു, വേദികൾ കിട്ടുന്നില്ല. തീർച്ചയായിട്ടും അത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന. അതെ, അപ്പൊ ആ സമയത്ത് ലൈവിലൂടെ വേദികൾ ഒരുക്കിയ ഒരു സർക്കാരാണ് നമ്മുടെ. അത് നമ്മൾ മറക്കാൻ പറ്റില്ല. അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നു, അവർക്ക് ആ സമയത്ത് ഉണ്ടാകുന്ന, കാരണം സ്തംഭിച്ചു പോയി, അടുക്കള പട്ടിണി പോലും ആയിട്ടുള്ള കുടുംബങ്ങളുണ്ടായി. ആ സമയത്ത് സർക്കാർ നേരിട്ടിട്ട് ഇടപെടുകയാണ് കുടുംബങ്ങളിലേക്ക്. അതും ഈ സാംസ്കാരിക പ്രവർത്തകര് മറക്കണ്ടാത്ത. ആ വാദം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സർക്കാർ മാത്രം ഇടപെട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ല, സമൂഹം പുരോഗമനപരമായി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഈ സർക്കാർ പിന്താങ്ങാൻ തയ്യാറാണ് എന്നതും കൂടിയാണ്. സാമൂഹ്യപരമായി വരുന്ന വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള ഒരു സർക്കാരാണ്. അതിൽ ഇപ്പൊ സൂംബ ഡാൻസ് കളിക്കണ്ട എന്നല്ലല്ലോ സർക്കാർ. അത് ആ തീരുമാനം ഏതെങ്കിലും സ്കൂൾ എടുത്താൽ അതിനോടൊപ്പം നിൽക്കാൻ സർക്കാർ തയ്യാറാണ്. അതാണ് മുന്നോട്ടുള്ള പോക്കിൽ അത്തരം മാറ്റമാണ് വേണ്ടത് എന്ന് തോന്നുന്നു. ശരിയാണ്, പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണല്ലോ. അപ്പൊ അതായത് സാംസ്കാരിക പ്രവർത്തകരുടെ അഭിപ്രായം അവർ പറഞ്ഞോട്ടെ, പക്ഷെ അതൊരിക്കലും ഒരു കേരള സമൂഹത്തിലെ പ്രബുദ്ധരായ മലയാളികളെ സ്വാധീനിക്കാൻ മാത്രമുള്ള ഒരു ബലമൊന്നും കാര്യമായി നമ്മൾ കാണുകയും വേണ്ട. മാത്രല്ല അവരങ്ങനെ പറയുമ്പോൾ അവര് കൂടി കുറച്ച് ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അതായത് നമ്മൾ ആ പറയുന്നതിൽ എന്തെങ്കിലും പിശകുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മളത് പറയുന്ന തീരെ സ്വാധീനിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ പറയുന്നത് തുടക്കത്തിൽ വീണ പറഞ്ഞ പോലെ ജനാധിപത്യ വിരുദ്ധ അഭിപ്രായവും ആയി പോകരുത്. നിങ്ങൾ മാറി നിൽക്കണം തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ മാറി നിൽക്കാനൊന്നും പറ്റില്ല. തെരഞ്ഞെടുപ്പാണ്, ആളുകൾ തെരഞ്ഞെടുക്കട്ടെ. അതെ, ജനങ്ങൾ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുകയില്ല. ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ജനങ്ങൾ അതിനുള്ള മറുപടി കൊടുക്കട്ടെ. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തന്നെയാണ് അതിനുള്ള ജനവിധി നിർണ്ണയിക്കുന്നത്.